പടച്ച തമ്പുരാനെ, ഹോം തിയേറ്റർ സ്പീക്കറും എൻ്റെ ദൈവമേ പൊളിച്ചിരുന്നു. ഇന്നിവിടെ കുറേ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത് നോക്കുമ്പോഴേ അറിയണം അതിലൊന്നുമില്ല കേസ്. നമ്മുടെ പോസ്റ്റാലിൻ്റെ അടുത്തൊരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഐറ്റമാണ് കേസ്. സ്പീക്കർ പടച്ച തമ്പുരാനെ, ഹോം തിയേറ്റർ സ്പീക്കറും എൻ്റെ ദൈവമേ പൊളിച്ചിരുന്നു. എത്രാമത്തെയാണ് ഇപ്പത്? മുക്കായിൻ്റെ മുതലാണ് കേട്ടോ. പൊളി സാധനം, നല്ല പൊടിയുണ്ട്, പഴയ സാധനമാണ്. നമുക്കിന്ന് വൈകുന്നേരം ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുതലടിക്കുന്നത് കേട്ടോ. പൊളിച്ച് എന്തായാലും കൊണ്ടുപോയി നോക്കാം ഗൈസ്. ഓൾറെഡി നല്ല പൊടിയായിരുന്നു സാധനത്തിൽ, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ തുടയ്ക്കാൻ വേണ്ടത്. ജസ്റ്റ് ഒന്നപ്പോൾ ഒന്ന് തുടച്ചാൽ മതി. ചെക്ക് ചെയ്തൊക്കെ മീറ്റർ വെച്ചിട്ട് സ്പീക്കേഴ്സൊക്കെ. ഗേസ് 5 Ohm വർക്കിംഗ് ആണ് ഗേസ്. ഗേസ് ഇതും 5 Ohm വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം. ഫസ്റ്റ് ഓണായിട്ടില്ലെങ്കിൽ അകത്ത് എന്താണ് പരിപാടി നോക്കാം. അയ്യോ ഗേസ് ഓണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ഇല്ല. നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഒരു സംഭവം കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പഴയ മോഡലാണ്. അപ്പോൾ ഓപ്സ് ഉണ്ട്, മറ്റേ USB ഉണ്ട്, SD കാർഡ് ഇടാം. നമുക്ക് മോഡ് മാറ്റി വെക്കണ്ട. USB, SD കാർഡ്, FM. അപ്പോൾ ബ്ലൂടൂത്ത് ഇല്ല. നമുക്ക് USB-ലിട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. 2-3 പാട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. കുത്തി വെക്കാം. USB നേരെ ഓപ്സിലേക്ക് മാറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ ഒരു ഇൻ്റർഫേസ് കംപ്ലീറ്റ് വർക്കല്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡ് എല്ലാം നല്ല വൃത്തിയാണ് ഗൈസ്. കരിഞ്ഞു പോയതായിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പം ഗൈസ് ഇതിൻ്റെ ആമ്പിൻ്റെ ബോർഡിൽ ഇൻപുട്ടിൻ്റെ അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ സൗണ്ട് വരും. ആ ഒരു സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡിന് എന്തോ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഇൻ്റർഫേസിൻ്റെ USB കുത്തുന്ന സ്ഥലത്തും ഒരു പ്രശ്നമുണ്ട്. പിന്നൊക്കെ വളഞ്ഞിരിക്കുന്നത് കണ്ടു ഞാൻ. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയ ബോർഡ് വാങ്ങി സെറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.